ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും ഇരുട്ടി തപ്പ നമ്മൾ അതായോ ഇതായോ മഹ്ദി ഇമാം വന്നോ കഴിഞ്ഞോ പോയോ ഒക്കെ അവസ്ഥ പലതും നോക്കിക്കൊള്ളി. അപ്പം ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കും, ഓരോന്നും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും ഒരു സംഭവം, അതൊക്കെ എന്നോ നടന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, നമ്മളെ ബുദ്ധിയുടെ പരിമിതിയാണ്. ചിലപ്പോൾ ഞാൻ പറയല്ല, ചിലപ്പോൾ ഖിയാമത്ത് നാൾ പടപടപടോടോ എന്ന് പറയുമ്പോഴായിരിക്കും അല്ല ഈസാ നബി വന്നിട്ടില്ലല്ലോ, മദീമ വന്നിട്ടില്ലല്ലോ നമ്മൾ ആലോചിക്കുക. അതെന്തോ പാറ പൊട്ടിക്കും. ഞാൻ ഈസാ നബി വരില്ല എന്ന് പറയില്ല കേട്ടോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ ഉദാഹരണമാണ്, അത് ഉദാഹരണം നമ്മൾ പിടികൂടരുത്. ചിലപ്പോൾ റസൂലുള്ള പറഞ്ഞതൊന്നും നമ്മൾ മനസ്സിലാക്കിയത് വേറൊന്നിരിക്കും. അത് നമ്മളെ ബുദ്ധിയുടെ ചുരുക്കാണ്. നമ്മളിങ്ങനെ ചായ കുടിച്ചിരിക്കും. എന്ത് ബസ് പോണ നേരത്തെ വിസിലടിക്കും, ലോങ് വിസിലടിക്കും. അപ്പം നമ്മൾ ലോങ് വിസിൽ കേൾക്കുന്നത് വരെ ഇവൻ എന്ത് ചെയ്യും? ചായയും പരിപ്പടം ഇങ്ങനെ തിന്നങ്ങനെ ഇരിക്കും. പിന്നെ പോവുക, ബസ് ഇങ്ങനെ പോണത് ബാക്ക് ഭാഗം നമ്മൾ കാണുള്ളൂ. ബസ് വെച്ചിട്ടുണ്ടോ? മനസ്സിലാണ്ട പറഞ്ഞത്? എന്തുകൊണ്ട്? ആ വിസിൽ ചിലപ്പോൾ അന്നത്തെ വിസിലും കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഊതിയിട്ട് വിസിൽ പുറത്തു വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിസിലില്ലാതെ ചിലപ്പോൾ പോകും. നമുക്കതൊന്നും മനസ്സിലാവില്ല. നമ്മളിപ്പോഴും കാത്തിരിക്കണം. 1984 ഞങ്ങൾ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാരെ നിന്ന് മിഷ്കത്ത് 1984 ഒരു രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഒരു രാവിലെ മിഷ്കാത്ത് ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് വായിച്ചു. ആ ഹദീസ് ഇങ്ങനെയാണ്: ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കാൻ ചെല്ലും. സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കാൻ ചെല്ലുന്ന കാലമുണ്ടാവും. അന്ന് മനുഷ്യർക്കിടയിൽ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കൽ സർവ്വസാധാരണയാക്കും. 1984 ഈ ഹദീസ് ഞാൻ പഠിക്കുന്നത്, ഒരു സുബഹിന് ശേഷം. അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ 1985 84 ആവാനാണ് കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ 85 83 86 84 അല്ലെങ്കിൽ 85 ഉറപ്പ് സംശയിക്കണം. അപ്പോൾ ദർസിൽ നിന്ന് അത് പഠിച്ചു, അത് കഴിഞ്ഞു, ആ ക്ലാസ് അവസാനിച്ചു, പോയി. പിന്നെ ചില വിഷയങ്ങൾ നമ്മൾ ഹറാന്യത്തിലായി പോയാൽ നമ്മൾ അവിടുന്ന് എണീക്കാൻ മറന്നു പോലും. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ ആ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെല്ലാം ഒരു അത്ഭുതത്തോടുകൂടി ജീവിതത്തിൽ ആദ്യം കേട്ടൊരു സംഭവം ആയിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അതിനൊക്കെ ഇനി എത്ര കൊല്ലുണ്ടാവും? അപ്പോൾ ഒരാൾ പറഞ്ഞു, രണ്ടാൾ പറഞ്ഞു, അതൊക്കെ പറഞ്ഞു, ഒരു 500 കൊല്ലെങ്കിലും വേണ്ടി വരും. ഒരു 500 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലം വരുമായിരിക്കും. 2023 ഇതിന് സമാനമായ സംഭവം ഞാൻ 2000 കേട്ടിട്ടുണ്ട്. 2001 കേട്ടിട്ടുണ്ട്, 2002 കേട്ടിട്ടുണ്ട്, 2000 ശേഷം പല തവണയും കേട്ടിട്ടുണ്ട്. ഇത് കാരണം ഉമ്മ രോഗിയായ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ആംസ്റ്റർഡാമിലെയോ ജനീവിലെയോ ഫ്രാങ്ക്ഫർട്ടിലെയോ കഥ പറയല്ല, മലബാറിൽ പോലും ഈ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം, എന്ത് മഹദി ഇമാം വരുന്നിട്ടില്ല, അടുത്തൊന്നോട്ട് വരില്ല. കാത്തിരക്ഷിക്കട്ടെ. ഒരുപാട് സംഭവങ്ങൾ, ഒരു സംഭവം കേട്ടു, ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഇത് സംബന്ധമായി അറിയാം. അതായത് ചില സന്ദർഭത്തിൽ നമ്മളോട് ഇങ്ങനെ പറയും, ഇങ്ങനെ സംഭവമുണ്ട്, എങ്ങനെ ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്യാം. പലതുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, പല സംഭവങ്ങൾ അതിൽ കാതി പറഞ്ഞിട്ടുണ്ട്. 2-3 സംഭവം ഇതുമായി ബന്ധപ്പെട്ട്, 2 സംഭവമോ 3 സംഭവം ഞാൻ കൂടുതൽ എനിക്കറിയില്ല. ആ മഹല്ലിലുണ്ടായ സംഭവം ഞാൻ കൈകാര്യം ചെയ്തത് മഹല്ല് ഖാദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മഹല്ലിലുണ്ടായ 2-3 സംഭവം, ഞാൻ അതിൽ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഓർമ്മയെന്ന് അറിയാം. 10-15 കൊല്ലം മുമ്പ് ഇതിന് സമാനമായ ഒരു സംഭവം ആ മനുഷ്യൻ്റെ മഹല്ലിലുണ്ടായ സംഭവം അദ്ദേഹം കൈകാര്യം ചെയ്ത് ഒരു ജനമധ്യത്തിൽ എന്നോട് കണ്ടു.
ആ മഹല്ല് പള്ളിയിൽ ആയിരക്കണക്കായ ആളുകൾ ഇരിക്കുക, ആയിരക്കണക്കായ ആളുകൾ പള്ളി മുഴുവൻ നിറച്ച്, പുറത്തും ജനക്കൂട്ടം. റമദാന്റെ അവസാന ഭാഗം വമ്പൻ ജനം. ആ ജനമധ്യത്തിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കവേ ഈ ഒരു ഹദീസ് പറയുമ്പോൾ ഇതിന് സമാനമായ സംഭവങ്ങൾ ഈ മഹലിൽ ഉണ്ടായതായി ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ഉടനെ ഖാദി എണീറ്റു. അപ്പൊ നോക്കൂ, നിങ്ങൾ ചിന്തിക്കും, നമ്മളതിനെ കണക്കാക്കുന്നത് അതിന്റെ 10-15 കൊല്ലം മുമ്പ് നമ്മൾ കണക്കാക്കുകയാണ്. അതിന് ചുരുങ്ങിയത് എത്ര വേണ്ടി വരും? 500 അല്ലെങ്കിൽ വേണ്ടി വരും. എന്തേ? നമ്മുടെ ബുദ്ധിയുടെ കുറവാണ്. അപ്പൊ പലതും നമ്മൾ മനസ്സിലാക്കിയത് പോലൊന്നുമില്ല. ലോകാവസാനം വരെയുള്ള എല്ലാ കാര്യം ഹബീബായ നബി പറഞ്ഞു. എല്ലാ കാര്യവും ഒരു ചിത്രത്തിൽ കാണും പോലെ. അപ്പോൾ നമ്മൾ ഇന്ന് റോട്ടിൽ ഒരു നാടൻ റോഡ് വിട്ടിറക്കാൻ വയ്യ, വാഹനം ഒരു സാധാരണ റോഡിൽ ഒരു മിനിറ്റ് ഒരു വണ്ടി ഒന്ന് തിരിക്കാൻ നേരം വിളിക്കുമ്പോൾ 100 കണക്കിന് വാഹനം വന്നെന്നറിയാം. ഒരു ചിത്രം കാണും പോലെയാണ് ഹബീബായ നബി ഒക്കെ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലെ ചിന്തിക്കണം, ഇതൊന്നും റസൂലുള്ളാഹിക്ക് ഒരു പ്രയാസമുള്ള കാര്യമല്ല, എല്ലാം റസൂലുള്ളാഹിക്ക്. അപ്പോൾ മേഘത്തിലേക്ക് അവിടെ നിന്ന് ചൂണ്ടി, അവിടെ നിന്ന് ആംഗ്യം കാണിച്ചു. അപ്പോൾ ആ മേഘം ഒലിച്ചു. മുസർമദൻ ശാശ്വതമാക്കപ്പെട്ട നിലയിൽ നിന്നതേയില്ല, നിർബാധം ഒലിച്ചുകൊണ്ടേ എന്നർത്ഥം. അള്ളാന്ന് പറയാൻ ഒരാളെ കിട്ടാത്ത കാര്യം വരും എന്നർത്ഥം. അവിടേക്ക് എത്തല്ലേ അള്ളാന്ന് പറയാൻ ആളെ കിട്ടില്ല. വെള്ളത്തെ പിടിച്ചു വെക്കാൻ ഉദ്ദേശിച്ചപ്പോഴോ ഇന്ന് ദീനി പ്രബോധനത്തിനുള്ള വഴിയാണ് എന്ത് ഓരോരുത്തർ പറയാം. ദീനി പ്രബോധനത്തിന് പുതിയ തലമുറകളാകുമ്പോൾ ദീനി പ്രബോധനത്തിന് ഒന്നുകൂടി ഉപകരിക്കുന്നത് അങ്ങനെയല്ലെന്നുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ആളുകൾ കൂടുന്നിടത്ത് പുതിയ ഇതൊക്കെ പണ്ടും ചെയ്യായിരുന്നു, ഏത് കാലത്തും. ഇപ്പോൾ ഈ അടുത്ത കാലത്തിൻ്റെ മുമ്പൊക്കെ ഒരു നാട്ടിൽ ഏറ്റവും ആൾ കൂടുന്ന സ്ഥലം സിനിമയാണ്. അപ്പൊ എൻ്റെ ഏത് കാവ്യൊരു വേർതിന് നോക്കുക, എവിടേക്ക്? സിനിമാളിൻ്റെ മുറ്റത്ത് പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വേർന നടത്തുകയാണെങ്കിൽ ഭയങ്കര ആളുണ്ട്. സിനിമ ജീവിതമായ ഒരു കാലഘട്ടം അവിടെ കഴിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോഴല്ലേ ഇപ്പൊ ആളുകൾ നന്നായതല്ല. ഇപ്പോ ഓരോരുത്തരുടെ മൊബൈലിലും ഈ ദുനിയാവിലെ എല്ലാ സിനിമയും ഓരോ നേരത്തും കിട്ടും. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ടും പോണവരുണ്ട്. അപ്പൊ എന്ത് ചെയ്ത് ഇവിടെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ജനക്കൂട്ടം ഉണ്ടാകല എവിടെയാണ്? കോർമണ്ട് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ വേഗം പായലും കൊണ്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കരം മനസ്സിലായില്ലേ? തിരക്കായിരിക്കും. നമ്മൾ ആ വഴിയൊക്കെ ബസ്സിനൊക്കെ പോകണമെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ പള്ളിയിലെ കാന്തിയിൽ അവിടേക്ക് വേർതിന് പോയി. 3 മണിക്കേ സിനിമ തുടങ്ങുള്ളൂ. ആളുകൾ നല്ല റിലീസ് പടാണ്. അപ്പൊ എന്തായി? 2 മണിക്കേ ഭയങ്കര തിരക്കാണ്. അപ്പൊ മൂല്യം വേർതിന് പോയി അവർക്ക്. എന്തുകൊണ്ട്? ജനങ്ങളോടത്തുള്ള വേർതോരുണ്ട്. അപ്പൊ അതല്ലേ നല്ല വഴി അയാളത്ത് പോവുക. സിനിമ അവിടെ പോയി പറയില്ലല്ലേ നല്ലത്. പോകാൻ പറ്റും, പോരാൻ പറ്റില്ല. പുതിയ കാലത്തെ രീതികൾ ഞങ്ങൾ എന്താണ്, പുതിയ കാലത്ത് ഇങ്ങനെ പറഞ്ഞാൽ ചെയ്താലാണ് ആളുകൾ കൂടുതൽ ബോധം ആയിക്കോട്ടെ. അങ്ങനെ നഞ്ഞു വേദന നല്ലത് സിനിമ നടികളെ അത് തിരഞ്ഞെടുക്കുക, ഓൾക്ക് ബാങ്കോളിക്കുക. എന്തുകൊണ്ട് ജനങ്ങൾ അവരെയൊക്കെ പിന്നാലെയുള്ള കാലഘട്ടം ഇനി വരാൻ പോകും. സിനിമാളിൻ്റെ മുറ്റത്തേക്ക് കാതേര് വേദനയാൽ ആരും പോവും. സിനിമ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത നടന്മാരടക്കം നമ്മൾ ഉസ്താദാ പോയിട്ടുള്ളത്. മനസ്സിലായില്ലേ പറഞ്ഞത്? പിന്നെ ആളുകളെ മുഴുവനും കൂടി ഇങ്ങോട്ട് കൊണ്ട് ഏതായാലും ഓരൊന്നാവൂല, പക്ഷെ നന്നായാലും കൂടി ആരാവും ചെയ്യും. അതായത് ഒക്കെ അടിമ പെണ്ണ് ഉടമയെ പ്രസവിക്കുക, ഒക്കെ അട്ടിമറിയാം, എല്ലാം അട്ടിമറിയാം, ഒക്കെ അട്ടിമറിയാം. ഏതൊരു കാര്യം അതിൻ്റെ രീതിയിലല്ലാതെ അതാണ് അട്ടിമറിയാം. അതൊക്കെ നന്മയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുക, അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധരിക്കുക.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നോക്കി ഒക്കെ ചിന്തിച്ചോളി. ശാറ ഇല മുസ്നിൻ ഫസല മുസമ്മദാ വഇദ്റാമ മസ്കൽ മാഇ അംസക മുൽഹമാ. വഇദ്റാമ മസ്കൽ മാഇ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ഉദ്ദേശിച്ചപ്പോഴോ അംസക മുൽഹമാ വിഴുക്കപ്പെട്ട നിലയിൽ അതിനെ പിടിക്കുകയും ചെയ്തു മുഹമ്മദ് മുസ്തഫ. പിന്നെ വഇന്നാ ഖുറൈശൻ അയ്യബൂഹു വസഗറു വശുഖാലഹു ദൽ ജൗ ബദ്റൻ മുഅല്ലമാ. വഇന്ന ഖുറൈശൻ ഖുറൈശികൾ അയ്യബൂഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിബാക്കി. മജ്നൂനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ് എല്ലാം പറഞ്ഞു. വസഖറു നബിയെ അവർ ചെറുതാക്കി കാണിക്കുകയും ചെയ്തു. അവർക്ക് ഇഷ്ടമില്ലാത്തതാ പറഞ്ഞേ. അവർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ എന്ത് ചെയ്യും? ചെറുതാക്കും. അവർക്ക് ഇഷ്ടത് പറഞ്ഞാലോ വലുതാക്കും. അത് മനുഷ്യ സ്വഭാവമാണ്. മനുഷ്യൻ ഒരു കാലത്തും അങ്ങനെ തന്നെയാണ്, എല്ലാ കാലത്തും. അമീനും മൂല്യരാണ്. എൻ്റെ പേരെന്താ? അഷ്റഫ് മൂല്യരാണ്. രണ്ടും ആലിമുല്ല എല്ലാമേ, രണ്ടും മൂല്യരാണ്. ഈ മൂല്യം എനിക്കനുസരിച്ച് പറഞ്ഞ മൂല്യരാണ്, ഈ മൂല്യം എനിക്ക് എതിരും പറഞ്ഞ മൂല്യരാണെങ്കിൽ ഞാൻ എങ്ങനെ വ്യാഖ്യാനിക്കും? അമീൻ അതൊരു മുതല അതിയ തൊടാൻ കൊണ്ട ഓനാർക്കായി കൊറ്റില്ല. അങ്ങനെയുണ്ട്. നിങ്ങൾ രണ്ടാൾ തങ്ങളാണെന്ന് വിചാരിച്ചാൽ അമീൻ തങ്ങൾ, അഷ്റഫ് തങ്ങൾ, നിങ്ങൾ രണ്ടാൾ തങ്ങളാണെന്ന് വിചാരിച്ചാൽ ഇത് എനിക്ക് അനുകൂലം പറയുന്ന തങ്ങളാണ്, ഇതെനിക്കെതിരെ പറയുന്നത് എന്താ പറയുക? അതൊരു മുതല. ആ ഒന്ന് നോക്കിയാൽ മതി. ക്യാൻസർ വരെ മോഡൽ. ഓ അതൊക്കെ തങ്ങളാന്ന് പറയാന്നുള്ളൂ. അതൊന്നും കാര്യമല്ല, ഇതൊന്നും വലിയ കാര്യമല്ല. അതൊക്കെ എവിടുത്തെ തങ്ങളല്ലോ നമ്മൾ പറയണ്ട. ലാസ്റ്റ് ഇത് കുലുക്കിയിട്ട് അവസാനം എന്താ പറയാ? നമ്മളിപ്പം തങ്ങളെന്ന് പറയാതുകൊണ്ട് നമ്മളൊന്നും പറയണ്ട. പക്ഷെ അതിനൊന്നും നടക്കാൻ പറ്റില്ല. അതൊക്കെ എന്ത് തങ്ങളാണ്? അതേസമയത്ത് അന്മീന് ഞാൻ എനിക്കനുസരിച്ച് സംസാരിക്കുകയും എൻ്റെ പ്രസ്ഥാനത്തിനും എൻ്റെ പ്രത്യയശാസ്ത്രത്തിനും അനുസരിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ എന്ത് പറയും? അത് മുതലാ എൻ്റെ വാപ്പാങ്ങ ചുട്ട കോയിനെ പറപ്പിച്ചതാ. വല്യാപ്പയാണ് കോഴി ഉണ്ടാക്കിയതല്ലേ. മനുഷ്യന് ഇതൊന്നുമില്ല. മനുഷ്യന് തങ്ങളുമില്ല, മനുഷ്യനോട് മൂല്യമില്ല. മനുഷ്യനൊപ്പിച്ച് പറഞ്ഞാൽ തങ്ങൾ വലിയ ഇതിനേക്കാൾ വലിയ ഞങ്ങളെ പറ്റി പറഞ്ഞു. ഇത് ഇന്ന ഖുറൈശൻ അയ്യബൂഹു, ഇത് തങ്ങളെയും കൂടി ബാപ്പയെ തങ്ങളെ പറ്റി പറഞ്ഞു. ഇന്ന ഖുറൈശൻ അയ്യബൂഹു, ഖുറൈശിൽ റസൂലുള്ളാഹിനെ ആയിബാക്കി. എന്തുകൊണ്ട്? ഒരു കുപ്പിച്ച് പറഞ്ഞില്ല. അത് അന്നത്തെ തങ്ങളും എന്നാണ്, അങ്ങനെയാണ് അന്നത്തെ തങ്ങളും അങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട മനുഷ്യന്മാർക്ക് നന്നായിട്ടുണ്ട്. മനുഷ്യന്മാർ ഖിയാമത്ത് നാളിൽ ഉണ്ടാവില്ല. ഇല്ല മനസ്സമല്ല, അള്ളാഹു രക്ഷപ്പെടുത്തും. അവർക്ക് പിന്നെ ഒരു പ്രശ്നമില്ല. ലാഭം കിട്ടിയാൽ മല്ലാട്ടുന്നത് അതൊക്കെ അടിയിലാണ്, വളരെ അക്കടിയിലാണ്. ഇന്ന മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കും. ആരെപ്പോടെ അയ്ബാക്കിയത്? ആരെയാ? മുഹമ്മദ് മുസ്തഫ. ആരെയാണ് അയ്ബാക്കിയത്? മുഹമ്മദ് മുസ്തഫ ഹബീബാ നബി അയ്ബാക്കി, സുബ്ഹാനല്ലാഹി, റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുർ റസൂലായ റസൂലുൽ അംബിയാ ആയ റസൂലുർ റസൂലായ സയ്യിദുൽ അനാമായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ അയ്ബാക്കി. എന്തേ ഓൽക്ക് വിചാരിച്ചതിനെതിരാണ് നബി പറഞ്ഞത്. അതിനായിബാക്കും. ഇന്നാ ഖുറൈശ്. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ചിന്തിച്ചോളൂ. ഇതൊക്കെ എന്നും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അത് ലോകത്ത് നടക്കും. ഇന്നാ ഖുറൈശൻ അയ്യബൂഹു വസഗറു വഇന്ന ഖുറൈശൻ വഇന്ന ഖുറൈശൻ. ഇതൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാലോ, അടിസ്ഥാനം ചെറിയ കാര്യങ്ങളിൽ അടിസ്ഥാനം രാഷ്ട്രീയമായിരിക്കും, സിയാസത്ത്, അധികാരം. ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കും, ചിലപ്പോൾ രാജ്യാധികാരമായിരിക്കും. എന്താണെങ്കിലും മനുഷ്യന് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നേരിനെ കളവാക്കുകയും കളവിനെ നേരാക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ എപ്പോഴും അധികാരമാണ്. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പേരക്കുട്ടികളെയും ഈ ഉമ്മത്ത് കൊന്നതാണ്. ഒന്നിനെ വിഷം കൊടുത്തു വന്നു, ഒന്നിനെ തലവെട്ടിക്കൊന്നു. ഈ ഇന്ന് ജീവിക്കുന്ന തങ്ങന്മാരുടെ വല്യപ്പാര് എന്നവരെ കൊല്ലാത്ത കൊല്ലും, സൗകര്യം കിട്ടിയ കൊല്ലും. എതിര് പറഞ്ഞാൽ അനുകൂലം പറഞ്ഞാൽ ഈ ദുനിയാവിൻ്റെ തമ്പുരാക്കന്മാർക്ക് അനുകൂലം പറഞ്ഞാൽ മാത്രമേ പോലെ തങ്ങളെ ശറഫ് പേര് പറയുള്ളൂ. മനുഷ്യൻ തിന്നാനും കുടിക്കാനും അല്ല ഈ കാട്ടിക്കൂട്ടൽ, അധികാരത്തിനായിരിക്കും. ഈ ലോകത്ത് മനുഷ്യനെ അന്ധനാക്കിയത് അധികാരം പോലെ വേറൊന്നുമല്ല. ഏത് കാലത്ത് മനുഷ്യനെ അന്ധനാക്കിയത് അധികാരമാണ്. എന്നും മനുഷ്യനെ ഒന്ന് അന്ധനാക്കിയിട്ടുണ്ടെങ്കിൽ അത് അധികാരം മാത്രം.
എന്താ പ്രശ്നം? എന്താ മക്കയിലെ ദൈവങ്ങളെ കൊണ്ട് ഒഴിവാക്കി ഒരു ദൈവത്തിന് മാത്രം ആരാധിച്ചാൽ ഒരു എന്താ പ്രശ്നം? സുഖല്ലേ? അത് നേരം പെട്ടെന്ന് 10-300 ചില്ലാൻ ദൈവങ്ങളെ തൃപ്തിപ്പെടുത്തണം. അന്ന് വേണ്ട, നാളെ മുതൽ ഒന്നും മതി പറഞ്ഞാൽ എന്തില്ല, നന്നായി. ഇതൊരു സുഖമല്ല. നേരം പെടുത്താൻ മനസ്സിലാണ്ട് പറഞ്ഞത്. മേൽപ്പത്തൂരിനെ പറയി പറ്റ പന്തിരികുലത്തിലെ ഭ്രാന്തനായി പരിഗണിക്കപ്പെടുന്ന ആളാണ് ആര്? എന്താ പറയുക, നാരായണത്ത് ഭ്രാന്തൻ. കാണാൻ പോയ കഥയുണ്ട്, മേൽപ്പത്തൂരിനെ കാണാൻ പോയി, അങ്ങനെ കഥയുണ്ട്. അപ്പം മേൽപ്പത്തൂരിനെ ചെന്ന് വീട്ടുമുറ്റത്ത് നിന്നു കാണാൻ വന്നതാണ്. അപ്പോൾ പറഞ്ഞു, ഇന്നാലിന്ന ദൈവത്തെ ആരാധിക്കണം. എൻ്റെ ഓർമ്മയിൽ എടുത്ത് പറയാൻ, ചരിത്രം പഠിച്ച മനസ്സിലാവും എളുപ്പത്തിൽ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് വീണ്ടും വരും വന്നിങ്ങനെ പറയാം. വീട്ടിലെ അമ്മ വന്ന് പറയും അടുത്ത ദൈവത്തേക്ക്. അപ്പോൾ ഇവരെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു, നാരായണത്തെ ഭ്രാന്തൻ്റെ കയ്യിൽ. അദ്ദേഹം എന്ത് ചെയ്തു? ഇതുകൊണ്ട് അവിടെ നിന്ന് ദൈവത്തെ മാറ്റി മാറ്റി ആരാധിക്കുന്നതനുസരിച്ച് ഈ വടികൊണ്ട് ഇങ്ങനെ കുത്തിക്കുശി മുറ്റത്ത്. നമ്പൂതിരി ദൈവത്തിന് മാറ്റിയിരിക്കുന്നതിനനുസരിച്ച് ഇവിടുന്ന് മുറ്റത്തും മാറ്റിയിരിക്കും. അപ്പം മുറ്റത്ത് കുറേ കുഴിയായി. അപ്പം നമ്പൂതിരി ഇറങ്ങി വന്നു, നാരായണ മുറ്റ ആകെ നാശാക്കിയില്ലോ നാരായണ. അപ്പോൾ പറഞ്ഞു, ഞാൻ അവിടുന്ന് ദൈവത്തിങ്കിൽ മാറി മാറി ഇരുന്നതിനനുസരിച്ച് ഞാൻ മുറ്റത്ത് മാറി മാറി ഇരുന്നതാണ്. ഒരു ഫലം ഉണ്ടായില്ല. ഇപ്പോൾ തൂർക്കേണ്ട കുറച്ച് കുഴി ഉണ്ടായി മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നതാണ്, ഞാൻ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്നിട്ട് കുഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വെള്ളം കണ്ടിരുന്നു. മനസ്സിലായില്ല. ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ ഇരുന്ന് കുഴിച്ചതെങ്കിൽ ഇപ്പോൾ ജീവാമൃതമായ വെള്ളത്തിലെത്തിച്ചേരുമായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് നാരായണ ഭ്രാന്തൻ ആരോട് പറഞ്ഞു? നമ്പൂരിയോട് അങ്ങോട്ട് പറഞ്ഞു. ഇതൊരു ഐതിഹ്യമാണ്. എൻ്റെ ഓർമ്മയിൽ നിർത്തി പറയാം, എവിടെന്നോ പഠിച്ചതാണ്, ഒരു ഓർമ്മയിൽ നിർത്തി പറഞ്ഞതാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താണ് എന്തിനാ ഖുറൈശികൾ നബിയെ അയ്ബാക്കിയത്? 360 വിഗ്രഹങ്ങൾ ആരാധിക്കേണ്ട ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്നല്ലേ പറയാം. ബാക്കി പണിക്കോയിക്കൂടെ? അപ്പൊ നിങ്ങളെല്ലാവരും ഒരു കമ്പനിയിൽ പണിയെടുക്കാം, പല സൈസ് പണിയാണ്. നേരം പോലത്തെ അങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വർക്ക് ഏറ്റെടുത്തൊരു കമ്പനിയിൽ നിങ്ങൾ ജോലിക്കാരായാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് ഒഴിവുണ്ടാവില്ല. അത് ഇത് പണിയോട് പണിയിരിക്കും. അപ്പോഴാണ് ഞാൻ അവിടെ തൊഴിലാളിയായി വന്നത്. ഞങ്ങളോട് പറഞ്ഞു, ഇത് നടക്കില്ല, ഒറ്റ പണിയെടുക്കാം, അത് എടുക്കുള്ളൂ. മാനേജറോട് ഞാൻ പറഞ്ഞ് ഞാൻ ഏറ്റ നിങ്ങളെല്ലാവരും എന്നെ കൈയൊടിച്ചാണ്. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. നന്നായി. എന്തുകൊണ്ട് നിങ്ങളിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ പണിയെടുത്തിട്ട്, കാരണം ഒരു ദൈവം ഓരോ പണി ഇങ്ങനെ മാറിനനുസരിച്ച് ഇതിങ്ങനെ ഓരോ ദൈവത്തിനും പുതിയതല്ലേ, അതിനെ തൃപ്തിപ്പെടുത്തണ്ടേ? പണി എത്ര ഉണ്ട്? അതേസമയത്ത് ഒരൊറ്റ ദൈവത്തിന് ആരാധിക്കുകയാണ് എങ്കിൽ പണി കുറയുമല്ലോ, ആ ദൈവത്തിന് തൃപ്തിയാവും ചെയ്യും. പിന്നെ നിങ്ങളുടെ എന്തേ അത് പറ്റൂല എന്ന് ഇവർ പറഞ്ഞു. ഇവർ പറയുന്നത് നന്നായി എന്നല്ലേ. ഞങ്ങൾക്ക് എങ്ങനെ ഇപ്പം ഇതൊന്ന് ഒഴിവാക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്ന് നന്നായി അൽഹംദുലില്ലാ. ദൈവങ്ങൾ കുറേ മാറിയിട്ട് വിൽക്കാൻ നഷ്ടം. വല്ലാതെ ദൈവത്തിൻ്റെ വലിയപ്പൻ എന്താ പ്രശ്നം? ഈ ഒരു രീതി കൊണ്ടാണ് അവരൊരു സിയാസത്ത് നടത്തിക്കൊണ്ടുള്ളത്. ഇതിന്മേലാണ് അവർ അധികാരം നിലനിൽക്കുന്നത്. ഇത് പൊളിച്ചാൽ അധികാരം മുഹമ്മദിലേക്ക് മാറും. അപ്പം മനസ്സിലായില്ല, ഒരു പുതിയ പ്രത്യയശാസ്ത്രമായി മുഹമ്മദ് വരികയാണ്. പിന്നെ ഞങ്ങൾക്ക് മുഹമ്മദിൻ്റെ പ്രത്യയം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം പിന്നെ ഞങ്ങൾക്കൊരു വില ഉണ്ടാവില്ല. ആ വില ആർക്കായിരിക്കും? മുഹമ്മദിനായിരിക്കും. മദീനത്തിൽ നിന്നപ്പോൾ തന്നെ പ്രശ്നമായത്. മദീനത്തിൽ നിന്നപ്പോൾ പല ആളുകൾക്കും എന്തായി? സാധുക്കളൊക്കെ നബിൻ്റെ കൂടെ നിന്നു, നേതാക്കന്മാരൊക്കെ മാറി നിന്നു. എന്തുകൊണ്ട്? നിങ്ങൾ എന്താണ് പഠിക്കാത്തത്? എല്ലാം രാഷ്ട്രീയമാണ്. നബിയുടെ മുന്നേ നബിയെ ശത്രു മദീനയിലെ മക്കയിലെ ശത്രു രാഷ്ട്രീയമാണ്, മദീനയിലെ ശത്രു രാഷ്ട്രീയം. നിങ്ങൾക്കൊക്കെ എന്ത് കേടാ? നിങ്ങളെന്താ ആലോചിക്കാത്തത്? 300 ദൈവങ്ങളെ ആരാധിക്കുന്നതിന് പകരം ഒരു ദൈവത്തിന് ആരാധിച്ചവർക്ക് സുഖല്ലേ? ഒരു ദൈവത്തിനെ ആരാധിച്ചു, തലേന്ന് 300 ചില്ലാൻ ദൈവങ്ങളെ കൂട്ടത്തിൽ ഈ ദൈവത്തിനെ ആരാധിച്ചാൽ ഒരു ആരാധന സാധനമായിട്ട് സാറിൻ്റെ ഞങ്ങൾക്ക് അവിടെ പോകണം അങ്ങനെ പറഞ്ഞു പോയില്ലേ? സന്തോഷമല്ലേ? നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടി ചില ഞായറാഴ്ചകൾ നമ്മൾ പ്രധാനപ്പെട്ട പണ്ടാരികളെ ഏൽക്കും. ഒരിക്കലും 25 വീട്ടിൽ കല്യാണം ഉണ്ടാവും. അവൻ എന്ത് പറയും? ഞാൻ ദമ്മിട്ട് പോകും. അതോടുകൂടെ നമ്മൾ ദമ്മിടും.
കാരണം ഞമ്മക്കങ്ങനെ മാറി. എന്തുകൊണ്ട്? മനുഷ്യന്മാരോട് എന്താ പറയാ, എങ്ങനെ നാശമായി പോയാലോ പിന്നെ കാണാനില്ല. മറ്റൊരാളുടെ സ്ഥലത്ത് ഉണ്ടാവുമല്ലോ, അവിടെ ഉണ്ടായ പരക്കാർക്കൊരു സമാധാനമാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ബിരിയാണി വെച്ചത് നാശമായപ്പോൾ ചെമ്പ് വിളിച്ചപ്പോൾ മനസ്സിലായി ബിരിയാണി കഥ കഴിഞ്ഞു. അതോടുകൂടെ പണ്ടാരി പോയി കിണറ്റിച്ചാടിയ ഒരു കഥ ഉണ്ട്. നാട്ടുകാരാകെ വിളിച്ചേ, ഓനെവിടെ എവിടെ സുലൈമാൻ എവിടെ? സുലൈമാനെ കാണാൻ. അപ്പൊ ആലോചന നോക്കും, സുലൈമാൻ കിണറ്റിൽ വീണിരുന്നു. അപ്പൊ നാട്ടുകാരെന്ത് പറഞ്ഞു? പാവം കേട്ടോ, പിന്നെ ബിരിയാണി നാശാക്കാതെക്കോ, ഓനെ ഇവിടുന്ന് കയറാൻ കഴിഞ്ഞില്ല. അൽഹംദുലില്ലാ, എന്നാലും അങ്ങനെയെങ്കിലും ഇവിടെ ആക്കിയാലോ. അപ്പോ കങ്ങി നാശായ ബിരിയാണി ഒക്കെ നാട്ടുകാർ തിന്നു, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട്? സുലൈമാൻ കിണറ്റി ചാടിയതുകൊണ്ട് വന്നതാണ് ബിരിയാണി നാശന നാട്ടിൽ മനസ്സിലാക്കി. അതിനും സുലൈമാൻ അവിടെ വേണ്ടേ? 25 പരിയിലെ ബിരിയാണി ചെമ്പ് ഏറ്റ് സുലൈമാനെ കൊണ്ട് ഇതിൽ ഏതാ നന്നാക്കാൻ കഴിയുക? ഒന്നും ഉണ്ടാക്കാൻ കഴിയൂല. അതേസമയത്ത് ഒരു സ്ഥലത്താണെങ്കിലോ പരമാവധി ശരിയാക്കാം, ഉള്ളത് ഭംഗിയായി നിർവഹിച്ചു പോയിക്കൂടെ? ഈ 360 വിഗ്രഹങ്ങളെ നേരം വെളുക്കാൻ തൃപ്തിപ്പെടുത്തുന്നതിന് പകരം മുഹമ്മദ് മുസ്തഫ എന്ന ആള് വന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ ഒരു 360 ആവൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വേറെ ഒന്നിനും നമ്മൾ അംഗീകരിക്കില്ല, ഒരൊറ്റ അല്ലാഹു. അൽഹംദുലില്ലാ, എന്റെ കുട്ടി എന്ന് വരേണ്ടതാ എന്നല്ലേ പറയണ്ട്? മനുഷ്യൻ എന്തെങ്കിലും വിചാരിച്ച് നല്ല പറയണ്ടേ? നമുക്കിവിടെ സന്തോഷം, നല്ല പരിയും പെണ്ണുങ്ങളും കുട്ടികളും സുഖവും സന്തോഷം. ഇനി മരിച്ചെന്നാലും പെണ്ണുങ്ങളും കുട്ടികളും സുഖവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയണ്ടേ? പോലെ നമുക്ക് അവിടെ ഒരു അലുവ വാങ്ങിയാണ്ട് നമുക്ക് നനക്ക് തരാ, നമുക്ക് നനക്ക് ചായ കഴിഞ്ഞാൽ വാങ്ങിത്തരാ, അങ്ങനെയല്ലേ പറയണ്ട്? അൽഹംദുലില്ലാ, ഞങ്ങൾ വിചാരിച്ച് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞ്. എനിക്കാണെങ്കിലും ഓളെ വിട്ടു വരാനോട്ട് കഴിക്കില്ല, ഇവിടുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഇപ്പോ നിങ്ങൾ വന്നതുകൊണ്ടല്ലേ മനസ്സിലായത്, ഓളെ അവിടെയും കിട്ടും. അവിടെ കുട്ടികളും പെണ്ണുങ്ങളും ബാപ്പിയും ഉമ്മയൊക്കെ നമ്മൾ അവിടെയും, നമുക്ക് അവിടെ വലിയ കൊട്ടാരങ്ങളുണ്ട്, ഉമ്മയും ബാപ്പിയും അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണത്തിനുള്ളതുപോലെ നടന്നതുപോലെ എന്നും അവിടെ ഇങ്ങനെ കഴിഞ്ഞുവിടാന്നാൽ ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് നല്ല കുട്ടി ഇതല്ലേ പറയണ്ട്. ഭൂമിയുടെ അടിയിൽ നമുക്കൊരു കൊട്ടാരുണ്ട് പറഞ്ഞാൽ അൽഹംദുലില്ലാ നല്ല ഉണ്ട്. അയാൾ ഉണ്ടാവില്ല എന്നതിനെ പറയേണ്ട ആവശ്യം എന്താ പറഞ്ഞു? അന്തല്ലാതെ സുബൈസ്കരിച്ചോലെ പറയും, അന്തല്ലാതെ ഇന്നലെ ഇഷസ്കരിച്ചോലെ പറയും. എന്തിനാ വിരുദ്ധ എതിർത്ത്? മനുഷ്യങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്ക് ഇവിടെ മാത്രമല്ല, എനിക്ക് നിന്റെ അപ്പുറത്ത് വേറൊരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് വാഷിങ്ടണിൽ വേറൊരു ഫ്ലാറ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞാൽ വാഷിങ്ടൺ നാടനല്ല നാണല്ലോ പറയുന്നത്. എൻ്റെ പിന്നിൽ എന്താ? അതിനനുസരിച്ച് ഇവിടെ കുറച്ച് നിയമങ്ങൾ പാലിക്കണം. അതിനാവില്ല, അതാ പ്രശ്നം. അവിടെ ഒരു വീടുണ്ട്, ശരി തന്നെ, വീടുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ എത്താൻ ആവശ്യമായ നിയമങ്ങൾ ഇവിടെ പാലിക്കേണ്ടി വരും. അതിനാവൂല. വൈകുന്നേരം മിനുങ്ങാൻ പറ്റൂല, കണ്ട പരീക്കെല്ലാം കയറി ചെന്ന് വിചാരിക്കാൻ പറ്റൂല, ഒരു തോന്നിയമായി ജീവിക്കാൻ പറ്റൂല. അപ്പൊ വേഗം എന്ത് ചെയ്യാ? അതാണ് ശരിക്കാം. അതൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ കിട്ടിയാൽ നിന്നോളി. കല്യാണത്തിന് വന്നപ്പോൾ ഒരു കളർ കലക്കിയ നല്ലൊരു ചുവന്ന വെള്ളം, നല്ല മധുരമുള്ളൊരു വെള്ളം കൊടുത്തു. വെള്ളം കൊടുക്കണതിൻ്റെ ഇടയിൽ ഒരു കുപ്പി കൊടുത്ത് രണ്ടാമത്തെ കുപ്പി വാങ്ങപ്പോൾ ചോദിച്ചപ്പോൾ അവിടെ ആ നിൽക്കുന്ന റിസപ്ഷനിലുള്ള വെയിറ്റർ പറഞ്ഞു, എന്ത് ഇത് കുടിച്ച് പള്ളർക്കണ്ട. അപ്പുറത്ത് ആട്ട് ബിരിയാണി വെള്ളം നിറച്ച് മന്തി, കുഴിമന്തിയും കബർ മന്തിയും അപ്പുറത്തുണ്ട്. ഇതിൻ്റെ ലബ്ധത്തിൽ പെട്ടുപോയ ആൾ എന്താ പറയാ, ഇതൊക്കെ വേറും ഭർത്താനാണ്, അങ്ങനത്തെ ഇത് ഉണ്ടോന്നല്ല, ഇത് പോന് കുപ്പി ഇനി അടുത്ത കുപ്പി തരാതിരിക്കാനുള്ള കളി കളിക്കാൻ കിട്ടി കുടിച്ചോട്ടോ, അങ്ങനല്ലോ പറയാം. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? ഒരു കാര്യത്തെ നിഷേധിക്കുന്നതിന് പിന്നീട് ശാസ്ത്രമുണ്ട്. 300 ചില്ലാനും ദൈവങ്ങളൊന്നുമില്ല, ആകെ ഒരു പഠിച്ചോനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തേ ഈ അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ നിഷേധിച്ച്? സാധുക്കളാ പിന്നെയും കൂടിയത്, നേതാക്കന്മാർ നിശ്ചയിച്ച്. എന്തുകൊണ്ട്? അതോടുകൂടെ വ്യവസ്ഥിതി ചേഞ്ച് ആവും. അതാണ് പ്രശ്നം. വ്യവസ്ഥിതി ചേഞ്ച് ആയാൽ ആ നിലക്കാവൂല അധികാരം ഉണ്ടാവുക. അപ്പോൾ പിന്നെ യതീമായ മുഹമ്മദ് നേതാവും ഇവരൊക്കെ പ്രജകളുമായിരിക്കും. പിന്നെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കണക്കുണ്ടാവില്ല. അതുകൊണ്ട് വേണ്ട, നമുക്ക് ഇന്നലെ തന്നെ പോകാം. അപ്പൊ അവിടെ പ്രശ്നം എന്താ? രാഷ്ട്രീയം. ഇവിടുത്തെ പ്രശ്നം എന്താ? രാഷ്ട്രീയം. മലബാറിന്റെ പ്രശ്നം എന്താ? രാഷ്ട്രീയം. മുസ്ലിമീങ്ങളുടെ പ്രശ്നം എന്താ? രാഷ്ട്രീയം. ജനങ്ങളെ കൊണ്ട് കുരങ്ങളിപ്പിക്കുന്ന ആരാ? രാഷ്ട്രീയം. അല്ല എന്താ? ഒക്കെ രാഷ്ട്രീയം. എന്നാൽ അത് പുറത്തേക്കോട്ട് വരില്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കും. ഇതിപ്പോൾ രാഷ്ട്രീയമാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കത്തിന് കാലത്തിലേ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. എന്തിനാ പറഞ്ഞു?
മദീനയിൽ ചെന്നപ്പോൾ മദീനയിലെ വലിയ വലിയ കഅബ് ബിൻ അശ്റഫിനെ പോലെയുള്ള ആളുകളൊക്കെ നബിയെ തൊട്ട് മാറിയിരുന്നു. എന്തേ? ഓല അവിടുത്തെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനുസരിക്കപ്പെട്ടാൽ എന്താവും? അധികാരം ആരുടെ കയ്യിലാവും? മുഹമ്മദിന്റെ കയ്യിലാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? സന്ധിക്കണം, ചിന്തിക്കണം. പ്രശ്നം രാഷ്ട്രീയം മാത്രമാണ്. ഇന്ന ഖുറൈശൻ അയ്യബൂ എന്ന വാക്കിനാണ് ഞാൻ വ്യാഖ്യാനിച്ചത്. ഖുറൈശികൾ നബി അയ്ബാക്കി. എന്തുകൊണ്ട് അയ്ബാക്കി? അപ്പൊ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. ആ മനുഷ്യന്മാരെന്നല്ല ഇന്നത്തെ മനുഷ്യന്മാര്. അന്നത്തെ മനുഷ്യൻ തന്നെയാണ് ഇന്നത്തെ മനുഷ്യൻ. അന്നത്തെ മനുഷ്യൻ തന്നെയാണ് ഇന്നത്തെ മനുഷ്യൻ. ഒരു വ്യത്യാസമില്ല. നാശായിട്ടേ ഉള്ളൂ എന്നൊന്നും നന്നായിട്ടില്ല. കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. തങ്ങന്മാരുടെയും വല്യപ്പയായ ലോകത്തിന്റെ നേതാവിനായി ബാക്കി മുഹമ്മദ് മുസ്തഫയെ എന്തുകൊണ്ട് അവരുടെ സിയാസത്തിനും അധികാരത്തിനും അനുസരിച്ച് പറഞ്ഞില്ല എന്നതാണ് കാരണം. അതൊന്നും അങ്ങനെയാണ്. ലോകത്ത് എവിടെയൊക്കെ അധികാരത്തിനെതിരെ പറഞ്ഞിട്ടുണ്ടോ അവരെയൊക്കെ ലോകം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു തങ്ങളുണ്ട്, അഖില ബൈത്ത് കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണ് മൂസൽ കാദിം റളിയല്ലാഹു അൻഹു. എന്താ ചെയ്തത്? കൊന്നിട്ട് കൊണ്ടുപോയിട്ട് ടൈഗ്രീസ് നദിയുടെ പാലത്തിന്റെ അടി കൊണ്ടിട്ടു. ഇന്ന് ദുനിയാവിലുള്ള എല്ലാ തങ്ങന്മാരെയും കൂട്ടിയാൽ അതിൻ്റെ ഒരു രോമത്തെ മുഖത്തല്ല. അത്രയും വലിയ മാന മൂസൽ കാദിം. ഇന്ന് ഈ ദുനിയാവിലെ സയ്യിദന്മാരെ എല്ലാം കൂടെ കൂട്ടിയാൽ മൂസൽ കാദിം എന്ന മഹാന്റെ ഒരു രോമത്തിൽ വെക്കാൻ ഒരാളെ നമ്മൾ ഇപ്പൊ കാണില്ല. ദുനിയാവിലില്ല എന്ന് പറയാൻ എനിക്ക് അധികാരമില്ല, എന്റെ കാഴ്ചയിൽ കാണില്ല. അത്രയും ഞാൻ പരിചയപ്പെട്ട ഒരു സയ്യിദും മഹാനായ മൂസൽ കാദിമിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവിടുത്തെ മറ്റ ഒരു സയ്യിദ് ഇന്ന് ലോകത്ത് ഞാൻ കാണില്ല. ആ സയ്യിദാണ്, അത്രയും വലിയ സയ്യിദാണ്. ആര്? ഹബീബാ റസൂലുള്ളാഹിയുടെ ഒരു പേരക്കുട്ടിയാണ്. ആര്? മൂസൽ കാദിം റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ട് ടൈഗ്രീസ് നദിയുടെ പാലത്തിന്റെ അടി കൊണ്ടിട്ടു. ആര്? മുസ്ലിമീങ്ങളാണടാ. എന്ത്? അവർ രാഷ്ട്രീയത്തിനെതിരാണ്. പിന്നെ ഇന്നത്തെ തങ്ങന്മാർക്ക് ജീവൻ ബാക്കിയുണ്ടാവും. തങ്ങളും വലിയ മാനമായി കണക്കാക്കും. എന്തുണ്ടെങ്കിൽ പറയടോ, എന്താണ് നേരം വിളിക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്നത്? എന്തുണ്ടെങ്കിൽ അവർക്കനുസരിച്ച് പറഞ്ഞാൽ തങ്ങളും തീയോ മിണ്ടണ്ട എന്ന് നോക്കിയാൽ വരെ ഭസ്മാവെന്ന് വരെ പറയും. മുപ്പത് നോക്കിയാൽ ഭസ്മാവും. അത്രയും വലിയ മാനാണ്. എന്ത്? നിങ്ങൾക്ക് മൂപ്പരെ കൊണ്ട് കാര്യം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിലോ ആരൊക്കെ പറ്റൂല. അപ്പ തിരക്കടില്ല. നമ്മളിപ്പോ ഒന്നും പറയണ്ട. ആ വാപ്പാന്റെ മക്കളെ ഉണ്ടണ്ട. അരക്കൈക്ക് പറ്റൂല. പറയും മനുഷ്യൻ ഒരു കാലത്തും നന്നായിട്ടില്ല, ഇനി ഒരു കാലം നന്നാവില്ല. ഏറ്റവും വലിയ അക്രമിയും ഏറ്റവും വലിയ അന്ധനായ അജ്ഞനുമാണ് ആര്? മനുഷ്യനെന്ന് പഠിച്ചോ പറഞ്ഞതാ. പിന്നെ എന്തിനെതിരെ പറയുന്നത്? മനുഷ്യൻ ഏറ്റവും വലിയ അക്രമിയുമാണ്, ഏറ്റവും വലിയ ജാഹിലുമാണ്. ഒരിക്കലും നന്നാവില്ല. ജാഹിൽ പറഞ്ഞാൽ തിരക്കടില്ല, വിവരല്ല. ജഹൂൽ പറഞ്ഞാൽ വിവരല്ല എന്നും വിവരല്ല. മനസ്സിലായില്ല? ജാഹിലി എന്നാൽ ജാഹിലി പറഞ്ഞാൽ കുഴപ്പമില്ല, എന്തില്ല, വിവരല്ല. ജഹൂൽ പറഞ്ഞാലും എന്താ? ജഹൂൽ പറഞ്ഞാലും വിവരല്ലാന്നും വിവരല്ല. അതിനാണ് ജഹൂൽ അറിയാം. എന്ന് പറഞ്ഞെങ്കിൽ തിരക്കടില്ല. നമുക്ക് ഒന്നുകൂടി എഴുതി നോക്കാം. ഇപ്പൊ വിവരല്ല, പിന്നെ വിവരണ്ടാവും വിചാരിക്കാം. ഇതല്ല. അക്രമികളിൽ ഏറ്റവും വലിയ അക്രമമാണ്. ജാഹിലാണ് എന്നല്ല, ജാഹിലാണെന്നും ജാഹിലാണ്. വിവരമില്ല, വിവരമുണ്ടാകാനും പോണില്ല. ഒക്കെ മനസ്സിലായിക്കോളി. കുറെ കാലം കഴിഞ്ഞു മനുഷ്യന്മാരൊക്കെ നന്നായിട്ടുണ്ട്. ഉസ്താദേ പറഞ്ഞോളി. അന്തല്ലല്ലോ, പണ്ടത്തെ മാതിരിയൊന്നുമല്ല. ഇപ്പൊ മനുഷ്യന്മാർക്ക് കുറച്ചൊക്കെ അന്തായി. അങ്ങനെ പറഞ്ഞു. നമ്മൾ പഠിച്ച പാട്ടൊക്കെ പാടിക്കോളും. മനുഷ്യനൊരു കാലത്ത് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ഇന്നും നന്നാവില്ല, നാളെ നന്നാവില്ല, മറ്റന്നാൾ നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. പിന്നെ പോയി പറ്റുന്നതൊക്കെ അനുസരിച്ച് പറയും. എനിക്ക് ലാഭം ഉണ്ടെങ്കിൽ ലാഭത്തിനനുസരിച്ച് ഞാൻ പറയും, എൻ്റെ നഷ്ടമാണെങ്കിൽ നഷ്ടത്തിനനുസരിച്ച് പറയും. മനുഷ്യഒരു കാലത്ത് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ഖുറൈശികൾ നബി അയ്ബാക്കി. എന്ത്? അവരുടെ രാഷ്ട്രീയത്തിന് നബി എതിരാണ്. വേറെ ഒരു പ്രശ്നം, വേറെ ഒരു പ്രശ്നമില്ല, വേറെ ഒരു പ്രശ്നവുമില്ല. വെറുതെ വർത്താൻ പറയാം, ഒരു പ്രശ്നമില്ല. പ്രശ്നം ഒറ്റന്നാണ് അധികാരം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.
അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങളും സാലിഹീങ്ങളും ഉൾപ്പെടുത്തട്ടെ. ബാക്കിയെടുത്ത് شارا إلى مزن فسلام سرمدا وإذرام مسك الماء أمساك ملهما وإن قريشا عيبوه وصواروا وشقى له ذا الجو بدرا معظما وردت له شمس وعيدا غروبها قد كذبوا قد أنزل الحق محكما وهداما حزابا برميات كفه فيا آدما من رمية حين هدما هدى الله أقواما بنور خوارقي وبالسيف يهدي الله من كان أجرما يفيد علوما فائضات ومغنما يبيد جيوشا للضلال رمرما شاء الله. സത്യം പറയാം, സത്യത്തിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കിക്കോളെ. എന്താണെങ്കിൽ വസ്തുതകൾ മനസ്സിലാക്കാം. മനുഷ്യന്മാരൊക്കെ നന്നായി എന്ന് വിചാരിക്കേണ്ട. മനുഷ്യനിൽ കാലത്തുണ്ടാവില്ല. മലബാറിൻ്റെ ചരിത്രം ഞാൻ എടുത്ത് പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് കൂടെ നിന്ന ആളുകളെയൊക്കെ വലിയ ഔലിയാക്കന്മാരായി മലബാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയത്ത് രാഷ്ട്രീയത്തിന് മൂളാത്ത വലിയ വലിയ മഹാന്മാരെ മലബാറിലൊരാൾക്ക് അറിയുന്നില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ പഠിച്ച സംഗതിയാണ്. എത്രയോ വലിയ ഔലിയാക്കന്മാരെ ചരിത്രം മലബാറിലുണ്ട്. ഓരോന്നും വലിയാണെന്ന് പോലും നാട്ടിൽ കഴിയില്ല. അതേസമയത്ത് എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിന് കൊടി പൊന്തിക്കാനോ അതിൻ്റെ ഒപ്പത്തിനോ ഒപ്പോ എന്തെങ്കിലും ഒരു പറ്റിയത് പറഞ്ഞിട്ടുണ്ടോ? ഒരു പറ്റിയത് പറയില്ല. നടത്തിയിട്ടുണ്ടോ? ഓരോ ഔലിയാക്കന്മാരും അല്ല, ലൗൽ മഹഫൂദിലാണ് ഓരോ കയ്യിൽ നിന്ന്. എന്താ വിഷയം? ദുനിയാവാണ്. ഔലിയൻ്റെ പിന്നിൽ കൂടിയതും ദുനിയാവാണ്. തങ്ങളെ പിന്നിൽ കൂടിയതും ദുനിയാണ്. തങ്ങൾ പാപ്പാൻ്റെ വല്യാപ്പാൻ്റെ പിന്നിൽ കൂടിയതും ദുനിയാവാണ്. ദുനിയാവല്ലാതെ ഒരു ചുക്കുവലേക്കാണോ? അവിടുന്ന് വിട്ട് ഈ ദുനിയാവിന് ഒരു വിലയില്ലാന്ന് ഒരവസ്ഥയിലേക്ക് ഒരു ആബിദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആബിദിന് പിന്നെ ഇവർക്കിടയിൽ ഒരു ഫർക്കുമില്ല. ഒരൊക്കെ നല്ലവരാണ്. മനസ്സിലായി? ചിന്തിക്കും. നമ്മുടെ മലബാറിൽ ചില ആളുകൾ എന്നും നമ്മൾ പെരുപ്പിച്ച് പറയും. അവരതാണോ അല്ലേന്നുള്ളത് ഞാൻ സംസാരിക്കുന്നില്ല. അതേസമയത്ത് അവരതല്ലാത്തത് പോലും, അവരത്രയൊന്നും ഇല്ലാത്ത ആളുകളെ പോലും ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ ചില ആളുകളെ അവരത്രയൊന്നും ഇല്ല, എന്നാലും അവരെ പറ്റി വലിയതായി പറയും. അതേസമയത്ത് CM വലിയുള്ള വലിയ ആളാണ്. ആ മനുഷ്യനെ ചെറുതാക്കാൻ വേണ്ടിയാണ് ഈ അടുത്ത കാലത്ത് മുഴുവനും പ്രഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായത്. രാഷ്ട്രീയക്കാർക്ക് ആ മനുഷ്യനോട്ട് അറിയില്ല. എന്തുകൊണ്ട്? അവർക്ക് മൂളിയിട്ടില്ല. അവർക്ക് മൂളാത്ത ആളവരറിയില്ല. അവർക്ക് മൂളിയ ആളുകൾ ഒന്നിച്ച് മേപ്പെട്ട് കണ്ടുകൊണ്ട് വെക്കും. അപ്പൊ ഏത് കാര്യം ഈ പറഞ്ഞ ആളുകൾ തന്നെ എപ്പോഴെങ്കിലും എതിര് പറഞ്ഞാൽ അതോടുകൂടി വിളിച്ചറിയും. അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് ജൂതന്മാരോട് മുസ്തഫ നബി ചോദിച്ചു, കൈഫ ഫീക്കും അബ്ദുല്ലാഹി ഇബ്നു സലാം കൂട്ടത്തിൽ എങ്ങനെയുണ്ട്? അബ്ദുല്ലാഹി ഇബ്നു സലാം വിവരം ഭയങ്കര. എന്താ വിവരം? ഭയങ്കര വിവരസ്ഥന, പണ്ഡിതന, ഭയങ്കര. ആരോടെ പറയുന്നത്? റസൂൽ തന്നെ പോയിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാമിന്റെ അടുത്ത് പോയി പഠിക്കണം എന്ന രൂപത്തിൽ അവരെ സംസാരം. ജൂതന്മാരെ നേതാവന്മാര് അബ്ദുല്ലാഹി ഇബ്നു സലാം. കുറച്ച് കഴിഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു സലാം വീട് തുറന്ന് ഉള്ളിലിരിക്കുന്നു. ഇറങ്ങി വന്നാണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവനെ ഞങ്ങൾ പണ്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ നാളെയല്ല. മനസ്സിലായില്ല? എല്ലാവരും എല്ലാം മനുഷ്യനും അങ്ങനെയാണ്. ആരല്ലാതെ അള്ളാഹുവിനെ പോകാൻ, അള്ളാഹിനെ പേടിച്ചോന്നല്ല തുറക്കം കണ്ടത്. എന്നാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ നാളെ വരാം. അങ്ങനെയല്ല. അതേ സദസ്സിനെ പറഞ്ഞുണ്ട്, ഞങ്ങളെ കൂട്ടത്തിൽ ഇത്തരം ഒരു വൃത്തിട്ടല്ല. ഒരു അര മിനിറ്റ് മുമ്പ് എന്താ പറഞ്ഞത്? ഞങ്ങളായാലും നിങ്ങളെ കൂട്ടത്തിലെ ചെറിയ ആളൊന്നല്ല. നിങ്ങളൊന്ന് കേട്ടൊക്കെയാണ് വിവരം. ഭയങ്കര. നിങ്ങൾ നബിയായിട്ടൊന്നും കാര്യമില്ല. അയാളെടുത്ത് ഞങ്ങളൊന്നും ആ രൂപത്തിലാണ് ആരോട് സംസാരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പറഞ്ഞ് മൂത്തന്യ അവസ്ഥയിലെത്തിയപ്പോൾ വാതിൽ നിന്ന് ഇറങ്ങി വന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം ഹബീബായ റസൂലുള്ളാഹിന്റെ കയ്യിൽ വന്നിട്ട് എന്ത് പറഞ്ഞു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. മനുഷ്യനൊന്നും നന്നായിട്ടില്ല, പണ്ടും നന്നായിട്ടില്ല, ഒരു കാലത്ത് നന്നാവും. ഇല്ലാ മൻ അസ്മഅല്ലാഹ് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. പറ്റിയത് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും. പറ്റിയത് പറയണം. ഇന്നിപ്പോൾ നമ്മളൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിനെ കുറച്ച് ആളുകൾ വിമർശിക്കും. അപ്പോൾ ഒരു കുറച്ചുകാർ പ്രശംസിക്കും. ഇനി കുറച്ച് എന്തൊരു പ്രശംസിക്കാനുള്ള കാരണം എന്താ? ഒരു കൊച്ചി പറഞ്ഞു, അല്ലെങ്കിൽ അവർ എൻ്റെ ഇടയിൽ നിന്ന് വായിച്ചു നമുക്ക് കൊച്ചിയതാണ്. ഇന്ന് ഇവർക്ക് പറ്റാത്ത 100 എണ്ണം പറയാൻ ബാക്കിയുണ്ട്. അത് പറഞ്ഞാലോ അന്ന് വരുള്ളൂ.
പടച്ചോന് ചെവി കൊടുക്കണം എന്ന കാര്യം മനുഷ്യന്റെ ചിന്തയിലില്ല. ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് മനുഷ്യന്റെ ചിന്തയിലില്ല. മനുഷ്യന്റെ മുന്നിൽ ഒരു ബാപ്പി നിൽക്കില്ല. അല്ലാഹു തആലാന്റെ മുന്നിൽ ആർക്ക് നിൽക്കാൻ കഴിഞ്ഞോ അവർ രക്ഷപ്പെട്ടു. അത്രയേ ഉള്ളൂ. ഞാൻ അവിടെ പോയി ഇവിടെ പോയി ഞാൻ അങ്ങനെ നിന്നു, അതൊന്നും അള്ളാന്റെ കോടതി പറയാൻ പറ്റൂല. അള്ളാന്റെ കോടതി പറയണമെങ്കിൽ അള്ളാന്റെ നിയമങ്ങൾ പാലിക്കണം. ആ നിയമങ്ങൾ പാലിച്ചാൽ അള്ളാന്റെ കോടതിയിൽ റാഹത്തായി നിൽക്കാം. ഇല്ലയോ പരാജയം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.